ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനുമോള് അലോകിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നാളെ രാവിലെ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം. ആദ്യം ഒന്ന് സന്തോഷം തോന്നിയെങ്കിലും അലോക് പറയുന്നുണ്ട്, നമുക്ക് മറ്റന്നാൾ കണ്ടാൽ പോരെ അനുമോളെ, നാളെ എൻ്റെ ലൈസൻസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടേ അച്ഛൻ്റെ കൂടെ പോകണം. അതൊന്നും എനിക്കറിയണ്ട, നാളെ എനിക്ക് കണ്ടേ പറ്റുള്ളൂ, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വന്നേക്കണം എന്നും പറഞ്ഞുകൊണ്ട് അനുമോൾ ദേഷ്യം പിടിച്ച് ഫോൺ വയ്ക്കുമ്പോൾ, എന്താ അനു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അലോക് ചോദിക്കണം. അതൊക്കെ ഞാൻ നേരിൽ കാണുമ്പോൾ പറഞ്ഞോളാം എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കാട്ടോ. അലോകിന് ആകെ സംശയമായി, എന്താവും അനുമോൾ അങ്ങനെ പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ സ്ഥിരമായിട്ട് കാണാറുള്ള അമ്പലത്തിൻ്റെ ആൾത്തറ ഭാഗമുണ്ടല്ലോ, അവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ നമ്മൾ അലോക് അനുമോളും കൂടെ. അനുമോളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അലോകെ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ അനുമോളെ, അന്ന് അഗ്നിപൂജ നടക്കുന്ന സമയത്ത് നീ എൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചിരുന്നോ എന്ന് ചോദിക്കുക. അലോക് ആകെ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി. ഞാനോ, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പച്ചി കൊല്ലാൻ വേണ്ടി ഞാൻ ശ്രമിക്കോ? കള്ളം പറയണ്ട, വീണ്ടും വീണ്ടും നീ എന്നോട് കള്ളം ഇങ്ങനെ ആവർത്തിക്കല്ലേ, സത്യം പറ മര്യാദയ്ക്ക്. അയ്യോ ഇല്ലെന്നേ, നീ എന്തൊക്കെയായി ഈ പറയണത്? അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്യോ? നിൻ്റെ ഏട്ടന്മാരെല്ലാം കൂടെ അന്ന് നിന്നെ പറഞ്ഞ് പറ്റിച്ചതാവും, എന്നിട്ട് ഞാനാണത് ചെയ്തതെന്നും പറഞ്ഞ എന്നെയും വിളിച്ച് തല്ലാനൊക്കെ ഒരുങ്ങി അന്ന്. അതൊക്കെ വെറുതെയാണ്. പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ട്രസ്റ്റിൻ്റെ ആളിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, ആ മാനേജറെ. പിന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെക്കുറിച്ച്? പിന്നെ ആ മീനാക്ഷി, അവൾ വെറുതെ പറയുന്നതാ, നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അനുമോളെന്ന് പറയാം. ദേ അലോകെ, കള്ളം പറയരുത്. നീ ഇങ്ങനെയൊക്കെ പറയണുണ്ടെങ്കിലും നിൻ്റെ മുഖത്ത് ആ കണ്ണിലേക്ക് നോക്കിയാൽ എനിക്കറിയാം നീ കള്ളമാണ് പറയുന്നത്. മര്യാദയ്ക്ക് സത്യം പറ. ഞാനൊരു കാര്യം നിന്നോട് പറയാം, അറിയാതെയെങ്കിലും നീ അബദ്ധമാണത് കാണിച്ചതെങ്കിൽ നിനക്ക് ഇപ്പോൾ എന്നോട് തുറന്നു പറയാം, ഞാൻ നിന്നോട് ക്ഷമിക്കും എന്ന് പറയാം. അപ്പോഴത്തേക്കിന് അലോകിന് ചെറിയൊരു മാനസാന്തരം വരുന്നുണ്ട് കേട്ടോ. സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളൊരു പക്ഷേ ക്ഷമിച്ചാലോ? അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അനുമോൾ വീണ്ടും പറയണം, ഞാൻ ഒരവസരം കൂടി ഞാൻ നിനക്ക് തരാണ്. സത്യം നീ തുറന്ന് പറയുന്നോ, അതോ ഇനി നാളൊരു സമയം നീ അത് ചെയ്തു എന്ന് ഞാൻ വേറെ ഏതെങ്കിലും വഴി കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീരും നമ്മുടെ ബന്ധം. പക്ഷേ നീ സത്യസന്ധമായിട്ട് ചെയ്ത് അബദ്ധമായി പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എന്നോട് ഇപ്പം നീ തുറന്നു പറയുകയാണെങ്കിൽ നിന്നോട് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് അലോക് എന്ന് വീണ്ടും പറയാം. അപ്പോൾ ആലോചിച്ച് വിചാരിക്കുന്നുണ്ട്, എന്തായാലും അനുമോളോട് അങ്ങ് തുറന്ന് പറഞ്ഞേക്കാന്ന്. അത് അനുമോളെ, എനിക്കൊരു അബദ്ധം പറ്റിയതാ എന്നിങ്ങനെ പറയുമ്പോൾ, എടാ ദ്രോഹി, നീ എൻ്റെ അമ്മയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച അല്ലേടാ എന്നും പറഞ്ഞൊരൊറ്റ അടി അങ്ങോട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ അനുമോൾ അലോകിൻ്റെ കവളത്തേക്ക്. അലോക് ആകെ അന്തം വിട്ട് പോയി. ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് പറയണ്ട, എടാ എൻ്റെ അമ്മയെ കൊല്ലാൻ വേണ്ടി നീ ശ്രമിച്ചു, ഇതോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം, ഇന്ന് അവസാനിച്ചു. ഇനി മേൽ എന്നെ കാണാനോ മിണ്ടാനോ നീ വന്നേക്കരുത് ദ്രോഹി എന്നും പറഞ്ഞിട്ട് അനുമോളൊരു പോക്കങ്ങ് പോവുക കേട്ടോ. ആകെ പ്ലിങ്ങായിട്ട് നമ്മുടെ അലോക് അവിടെ നിൽക്കണം. പക്ഷേ അനുമോൾ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം ഗോമതിക്ക് മുമ്പൊരിക്കൽ അലോകായിട്ട് ഒരു ബന്ധമില്ല, മിണ്ടില്ല, സംസാരിക്കില്ല എന്ന് പറഞ്ഞ് കയ്യിൽ ആണയിട്ട് സത്യം ചെയ്തതാണ്. കള്ളസത്യമായിരുന്നു. പക്ഷെ അതിൽ ഇന്ന് വലിയ കുറ്റബോധം തോന്നുകയാണ്. തൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചവനല്ലേ അവനോട് താൻ പോയി ഇഷ്ടം കൂടി അമ്മയോട് കള്ളവും പറഞ്ഞ് അങ്ങനെ നേരെ ഗോമതിയെ കാണാനായിട്ട് കിച്ചണിലേക്ക് വരുവാണ്. ഗോമതിയെ കാണുമ്പോൾ തന്നെ ഓടിപ്പോയി കരഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. അയ്യോ എന്തിനാ മോളെ നീ കരയുന്ന, എന്താ കാര്യം, എന്തെങ്കിലും നീ തുറന്നു പറ അമ്മ അതെന്നും പറഞ്ഞ് കുറേ കരയാണ് കേട്ടോ. മോളെ പോട്ടെ, സാരമില്ല, നീ കരയല്ലേ, കാര്യം പറ. അല്ലമ്മേ, ഞാൻ അമ്മയോട് അന്ന് കള്ളസത്യമാണ് ചെയ്തത്. അപ്പം തന്നെ ഗോമതിക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി. എന്നോട് ക്ഷമിക്കണം, സോറി അമ്മേ, സോറി എന്നൊരുപാട് പറയാണ്ട് കരയാണ് കേട്ടോ. ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറഞ്ഞിട്ട് അനുമോള് പൊട്ടിക്കരയാണ്. ഇതും കണ്ടും കൊണ്ട് മീനാക്ഷി അങ്ങോട്ട് വരുവാണ്. അപ്പം തന്നെ മീനാക്ഷിക്ക് കാര്യം പിടികിട്ടി. അനുമോൾക്ക് എന്തൊക്കെയോ മനസ്സിലായെന്നും അനുമോൾ സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ. എന്നിട്ട് അതിനോട് അമ്മയോട് ഇങ്ങനെ മാപ്പ് പറഞ്ഞ് പൊട്ടിക്കരയും കൂടെ ചെയ്തപ്പോൾ മീനാക്ഷിക്ക് സന്തോഷമായി. അങ്ങനെ അനുമോളെ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട് ഗോമതി. സാരയില്ല, പോട്ടെ, നീ വിഷമിക്കല്ലേ, കരയല്ലേ, പോട്ടെ മോളെ, കണ്ണ് തുടയ്ക്കുക എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ആ ലാടി കൊണ്ട് അലോക് നേരെ വീട്ടിലേക്ക് കലി കൊണ്ട് ചെന്ന് കയറുമ്പോഴാണ് രാജശ്രീ മുന്നിൽ. എടാ നീ എന്താ പെട്ടെന്ന് തിരിച്ചു വന്നേ, നീ പോയില്ലേ? ലൈസൻസിൻ്റെ കാര്യത്തിന് അച്ഛൻ്റെ കൂടെ പോവേണ്ട ദിവസമല്ലായിരുന്നോ? ഞാൻ പോയില്ല. അതെന്താ നീ പോവാത്തേ? എനിക്ക് പോവാൻ തോന്നിയില്ല. അങ്ങോട്ട് മാറിക്കേ. എടാ നീ എന്താ വല്ലാണ്ടിരിക്കുന്നേ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ, നീ തുറന്നു പറ. അമ്മയെ മാറാനാ പറഞ്ഞത്, എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ ഞാൻ നിന്നെ വിടുന്നില്ല, കാര്യം പറ. അയ്യോ നിൻ്റെ കവളത്തെന്താ ഒരു പാട്? അടിച്ചോ നീ ആരെങ്കിലും? നീ ആരോടെങ്കിലും തല്ലുകൂടാൻ പോയോ? എന്താടാ കാര്യം പറ. ഞാൻ ആരോടും തല്ലുകൂടാൻ പോയില്ല, അത് ബൈക്കിൽ നിന്ന് ഒന്ന് ചരിഞ്ഞപ്പോൾ സംഭവിച്ചതാ.
എന്തൊക്കെയാണ് ഇവൻ പറയുന്നത്? ആലോകിന് പറയാനും പറ്റുന്നില്ല. അനുമോൾ അടിച്ച് നാകെ നാണം കെട്ട് നേരെ അമ്മയടുത്ത് വഴക്കും കൂടി മുറിയിലേക്ക് ചെന്ന് കയറുക കേട്ടോ. കണ്ണി കണ്ടതെല്ലാം വലിച്ചെറിയണം. അവളെന്നെ തല്ലിയിരിക്കുന്നു. കാണിച്ചു തരാടി നിനക്ക് നിന്നെ ഞാൻ ഈ വീട്ടിൽ എൻ്റെ ഭാര്യയായിട്ട് കൊണ്ടുവരും. എന്നിട്ട് നിനക്കുള്ള പാഠം ഞാൻ അപ്പം തരും. എൻ്റെ കവളിൽ നീ അടിച്ചല്ലേ. പിന്നെ ആ മീനാക്ഷി, അവളാണ് ഇതിനെല്ലാത്തിനും കാരണം. അവൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം വലിച്ച് പറിച്ച് ദൂരെ എറിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അലോക്. അതങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ മിത്രയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം വരുന്നുണ്ട് കേട്ടോ. മിത്രയ്ക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള ഓർഡർ വന്നിട്ടുണ്ട്. അത് പൊട്ടിച്ച് വായിച്ച് മിത്ര ഭയങ്കര സന്തോഷത്തിലാട്ടോ. ഇനിയിപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് പാസ്സായല്ലോ, ഫിസിക്കലും കൂടെ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ജോലിയിലേക്ക് കടന്നില്ലേ. അങ്ങനെ പെട്ടെന്ന് ഈ സന്തോഷം എങ്ങനെ ആരെ അറിയിക്കും? പെട്ടെന്ന് തന്നെ ആര്യനെ വിളിക്കാട്ടോ. ആര്യനെ വിളിച്ച് ഈ സന്തോഷ വാർത്തയൊക്കെ പറയാണ്. ആര്യനും ഇതുപോലൊരു സന്തോഷമില്ല, അത്രയ്ക്ക് സന്തോഷം. എന്നാലും എന്നാണത്? അത് അടുത്ത മാസം. അടുത്ത മാസമോ? ഇനിയിപ്പോൾ ഒരേ ഒരു മാസമല്ലേ ഉള്ളൂ. ഈ മാസം കൊണ്ട് എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ബാക്കി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മിത്ര പറയാനുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അതങ്ങ് അതിൻ്റെ കൂടെ നടന്ന് പൊക്കോളും. അത് പോരാ മിത്ര, കുറച്ചുകൂടെ നമ്മൾ ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കൂട്ടണം. ഇനി നമുക്ക് സമയമില്ല. അതെ ആര്യന് ഇന്ന് പണിയൊക്കെ കഴിഞ്ഞോ? എനിക്കിനി 1-2 ലോഡ് കൂടെ എടുക്കാനുണ്ട്, ഡെലിവറി കൊടുക്കാനുണ്ടെന്ന് പറയാം. അല്ല അത് പക്ഷേ മിത്രയ്ക്കാണെങ്കിൽ ആര്യനങ്ങ് കണ്ടോളാൻ വയ്യ കേട്ടോ. അപ്പോൾ ആര്യനത് മനസ്സിലാക്കണില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫോണും വെച്ചിങ്ങനെ ഒരു വല്ലാത്തൊരു നിൽക്കുമ്പോൾ മിത്രയെ കുറുമ്പ് കെട്ടി പറയാട്ടോ, എന്തൊരു പൊട്ടൻ, ഇവനൊരു കാര്യം പറഞ്ഞാൽ പറയാതെ തന്നെ മനസ്സിലാക്കാൻ അറിയില്ലല്ലോ എന്ന്. അപ്പോഴാണ് മീനാക്ഷി വരുന്നത് കേട്ടോ. മീനാക്ഷി ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടി? ഞാനിവിടെ ആരോടുത്തും പറഞ്ഞിട്ടില്ല, അങ്കിളിനോട് പറയേയില്ല, അമ്മയോടും ആരോടും പറഞ്ഞിട്ടില്ല, അതൊക്കെ പിന്നെ പറയാം, എനിക്കെല്ലാം പറയാനായിട്ട് എൻ്റെ ചേച്ചിയല്ലേ ഉള്ളൂ. ദേ സസ്പെൻസ് ഇടാതെ പറ മോളെ എന്ന് പറയുമ്പോൾ മിത്ര പറയാം, ചേച്ചി എനിക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള ഓർഡർ വന്നിട്ടുണ്ട്. അതെ അടി, ആഹാ കൊള്ളാമല്ലോ. ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിൽ ഓരോന്ന് നടത്തണ്ടേ? പിന്നെ അതേ വേണം, പക്ഷേ ഇപ്പം നടക്കുന്നത് പോലെ ആയാൽ പറ്റില്ല. നല്ല പോലെ പ്രാക്ടീസ് ചെയ്ത് നല്ല സെറ്റായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും ഇതിന് പങ്കെടുക്കുക. ഞാൻ വെറുതെ ഇവിടെ കിടന്ന് ഓടുന്നത് കൊണ്ട് മാത്രമാവില്ല, നല്ല ട്രെയിനറെയൊക്കെ വെച്ച് പഠിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും ചേച്ചി, അതുകൊണ്ടാണ് എൻ്റെ ടെൻഷൻ. നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നീ ഇത് നേടിയെടുക്കും. ഇത്രയൊക്കെ നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഇനി നിനക്ക് പറ്റും ഇത്രേ, എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എല്ലാവരെക്കാളും ഏറ്റവും നല്ലൊരു ട്രെയിനറല്ലേ നിൻ്റെ കൂടെ ഉള്ളത്, ആര്യൻ ട്രെയിനർ. ഒന്ന് പോ ചേച്ചി അങ്ങോട്ട്, കളിയാക്കാൻ വന്നിട്ട് കളിയാക്കോ? എടി, ആര്യൻ നിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ ഒരിക്കലും ഒരിടത്തും തോക്കില്ല, തല ഉയർത്തിപ്പിടിച്ചാൽ നിനക്ക് നിൽക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ലവനവൻ, അതറിയാലോ നിനക്ക്. പിന്നെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അതല്ല ചേച്ചി, ഈ ആരും ചില സമയം പൊട്ടനാ. എന്തേ? എനിക്കാണ് ഈ സന്തോഷ വാർത്ത പറയുമ്പോഴേ ഒന്ന് ആരും അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് മിസ് ചെയ്യുന്നു. ഞാനത് വിളിച്ചു, ദൂരെ കൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് ഓരോ ആര്യനും മനസ്സിലാവുന്നില്ല. എടി കള്ളി, നീ ആൾ കൊള്ളാവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മിത്രേനെ മീനാക്ഷി അവിടെ ഇട്ട് വാരുകയാണ് കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പം അവിടെ ആര്യം വരികയാണ്. ആര്യം വന്ന് ആ ഒരു ലെറ്ററൊക്കെ വായിച്ച് നോക്കുമ്പോൾ ആര്യനും അടങ്ങാത്ത സന്തോഷമായിട്ടുണ്ട്, മിത്രയ്ക്ക് ജോലിയാവുന്നല്ലോ എന്ന്. അപ്പോൾ ആര്യം പറയാം, മിത്രേ ഇത്രയും ദിവസത്തെ പോലെയല്ല, നമ്മൾ ഒരു നേരം മാത്രമാണ് ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇനി 2 നേരം ആക്കണം, രാവിലെയും വൈകിട്ടും. അത് ശരിയാ, പക്ഷേ ഇവിടെ ചെയ്യുന്ന ഈ ഒരു ഓട്ടം മാത്രം പോരാട്ടാ, വേറെ നല്ലൊരു ട്രെയിനറെ വെച്ച് വേണം ഇനിയുള്ള ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. അയ്യോ അതൊന്നും വേണ്ട, അതിനൊക്കെ ഒരുപാട് ചിലവാണ്. ദേ ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. പിന്നെ ഞാൻ ഡെലിവറിയും കൊടുത്തിട്ട് തിരിച്ച് വരണ വഴിക്ക് ഞാനൊരു ക്യാമ്പ് കണ്ടു. അവിടെ ശരിക്കും പറഞ്ഞാൽ മുൻ DGP ആണ് അങ്ങനെ ഒരു സ്ഥാപനം ഇട്ടേക്കുന്നത്. അവിടെ പോലീസ് ജോലിക്ക് കയറുന്നവർക്കൊക്കെ പോലീസ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അദ്ദേഹം അതിൽ നിന്ന് വിരമിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. എങ്ങനെയൊക്കെ പ്രാക്ടീസ് തന്നാൽ, എങ്ങനെയൊക്കെ നിങ്ങളെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് അപ്പം തന്നെ അവിടെ ഇറങ്ങി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടുണ്ട്. മിത്രയെ ഞാൻ അവിടെ ചേർക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അയ്യോ ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമല്ലേ? പ്രൈവറ്റ് സ്ഥാപനമാണ്, അപ്പോൾ പൈസ കൊടുത്ത് വേണ്ടേ ആര്യ നമുക്കിത് ചെയ്യാൻ പറ്റും. കുറച്ച് കാശൊക്കെ ആവും, പക്ഷേ ഞാനിത് സമ്മതിക്കില്ല. ആര്യൻ്റെ ജീവിതം മുഴുവനും എനിക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടിരിക്കുന്നത്. കിട്ടുന്ന ശമ്പളവും കാശും ഒന്നും ആര്യനൊന്നും പറഞ്ഞ് ഒന്നും ഉപയോഗിക്കാൻ പറ്റണില്ല. എനിക്ക് വേണ്ടി തന്നെയാണ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്, ഒരു പ്രയോജനം ഇല്ലാത്ത രീതി പോലും. അങ്ങനെ പറയരുത് മിത്രേ. എത്ര രൂപ ചിലവാകുന്നു എന്നതിലല്ല, നിൻ്റെ ലക്ഷ്യം സാധിച്ചെടുക്കണം, മനസ്സിലായല്ലോ? നിനക്ക് ജോലി കിട്ടുമല്ലോ, പിന്നെന്താ ചിലവാക്കിയാലോ? അതൊക്കെ ശരി തന്നെയാണ്. ദേ ഞാൻ പറയണത് ഇപ്പം നീ അനുസരിക്കണം. തൽക്കാലം നമുക്ക് ജോലിയാണ് വലുത്, അത് നേടിയെടുക്കുക, അല്ലാതെ കാശുണ്ടാക്കുക, കാശ് മിച്ചം പിടിക്കുക, ഇതൊന്നും അല്ല, മനസ്സിലായോ?
ശരി, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചിരിക്കണം. എന്തായാലും നമുക്ക് സമയമില്ല, ഇനി ഒരേ ഒരു മാസം മാത്രമേ ഉള്ളൂ. ഈ ഒരു മാസം കൊണ്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി എടുക്കാനായിട്ടെന്ന് ആര്യൻ മിത്രയോട് ഇങ്ങനെ പറയട്ടോ. അപ്പം മിത്രയ്ക്ക് ആര്യനോട് മറുപടി പറയണോ സമ്മതിക്കണോ ഒക്കെ ആണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സ് തുറന്ന് ആര്യനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ആര്യൻ കിടന്ന് കഷ്ടപ്പെടുന്നതെല്ലാം മിത്രയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചിന്ത മിത്രയുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.